തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ആലപ്പുഴ ജില്ലയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനം നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. സംസ്ഥാന നേതാക്കൾ അടക്കമാണ് ഇക്കുറി ആലപ്പുഴ ജില്ലയിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ തെക്ക്, വടക്ക് ജില്ലാ കമ്മിറ്റികളിലായി 5 സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ആലപ്പുഴ തെക്ക് ജില്ലാ കമ്മിറ്റിയിലെ 4 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ആലപ്പുഴ വടക്ക് ജില്ലാ കമ്മിറ്റിയുടെയും മാവേലിക്കര മണ്ഡലത്തിലെയും സമ്മേളനം ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ നാണംകെട്ട കോമരങ്ങൾക്കെതിരായിട്ടുള്ള ജനകീയ വിചാരണയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉയരേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ കൊള്ളയ്ക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഇതിന്റെ ഗുണഫലം കൊണ്ടുപോകാൻ വേണ്ടി വേഴാമ്പലിനെ പോലെ ഒരു ശവമൊന്നുണ്ടായെങ്കിൽ ആ ശവം കൊത്തിത്തിന്നാമെന്ന് കരുതി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന വി.ഡി. സതീശന്മാര് ഈ കേരളത്തിലുണ്ട്. ചെങ്ങന്നൂരിൽ ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.സി. ജോർജ് സ്ഥാനാർത്ഥി പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ലക്ഷ്യം നമ്മുടെ പാർട്ടി വളർത്തുക മാത്രമല്ല, നമ്മുടെ ലക്ഷ്യം പാർട്ടി വളരുന്നതിനേക്കാൾ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് വികസനത്തിനാണ്. ഹരിപ്പാട് മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണനും കായംകുളത്ത് അനൂപ് ആന്റണിയും ഉദ്ഘാടകരായി. വിജയഭേരി 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന സമ്മേളനത്തിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ നേരത്തെ തന്നെ പൂർത്തിയാക്കി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് എൻ.ഡി.എ. ഒറ്റക്കെട്ടായി മത്സരരംഗത്ത് എത്തുന്നത്. ജനം, ആലപ്പുഴ.